വീട്ടിലിരുന്ന് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഫുള്ളായി കണ്ടോളൂ കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് അലോവേരയുടെ സോപ്പ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ യൂസ് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ പുറത്തോട്ട് സെയിൽ ചെയ്യാനാണെങ്കിലും ഇതുപോലെ സോപ്പ് ഉണ്ടാക്കാനുള്ള കറക്റ്റ് മെഷർമെൻറ്റ് അറിഞ്ഞാലേ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവേരയാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നല്ല രീതിയിൽ നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അലോവേറ കുറച്ച് നേരം നമ്മൾ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കുത്തി നിർത്തി ഇതിൻ്റെ ആ മഞ്ഞ ലിക്വിഡ് വരും ഇതിൽ നിന്ന്, അത് നല്ല രീതിയിൽ തന്നെ കളഞ്ഞതിന് ശേഷം മാത്രം വേണം കേട്ടോ ക്ലീൻ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻസ് ഉണ്ടാവും, ചൊറിച്ചിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം കുത്തി നിർത്തി മഞ്ഞ ലിക്വിഡ് പൂർണ്ണമായിട്ട് മാറിയതിന് ശേഷം വേണം നമുക്ക് സോപ്പ് ഉണ്ടാക്കാനോ വേറെ എന്തുണ്ടാക്കാനാണെങ്കിലും യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. അലോവേറയുടെ വലിയ തണ്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നല്ലോണം ഇതിൽ അലോവേറയുടെ ജെല്ലുണ്ട് കേട്ടോ. അപ്പം നമുക്ക് സോപ്പ് ഉണ്ടാക്കാനൊക്കെ ഇതുപോലെ ചെറിയൊരു കഷ്ണം മതിയാവും. പിന്നെ ഒരുപാട് ജ്യൂസ് നമ്മുടെ സോപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കറക്റ്റ് അളവുണ്ട് കേട്ടോ. അളവിനനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ സോപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഒരുപാട് ആഡ് ചെയ്തിട്ട് ഒരുപാട് ഗുണമൊന്നും കിട്ടില്ല കേട്ടോ. അത് നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോപ്പിന് കട്ടിയും പതയും അതുപോലെ തന്നെ ഒക്കെ കുറയും. പത കുറയും, അതുപോലെ തന്നെ കട്ടി കുറയും, സെറ്റ് ആവില്ല, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നല്ല രീതിയിൽ തന്നെ ഞാൻ അലോവേരയുടെ ആ പൾപ്പ് അതിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വലിയ അലോവേര ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാക്റ്റോ അല്ലെങ്കിൽ നമുക്ക് ജെല്ലോ മേക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അതെടുത്ത് സോപ്പിലേക്ക് യൂസ് ചെയ്താൽ മതി കേട്ടോ. കുറേ പേര് അലോവേര എക്സ്ട്രാക്റ്റിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വൈകാതെ തന്നെ ചെയ്യാം കേട്ടോ. നമുക്ക് കുറച്ച് അലോവേര നമുക്കിപ്പോൾ കുറവാണ്, അതുകൊണ്ട് തന്നെ അലോവേര കിട്ടുന്ന സമയത്ത് ഒരുപാട് കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറച്ചധികം കിട്ടുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ലേറ്റ് ആവുന്നത്. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കിത് കഴുകിയെടുത്ത് 2-3 തവണ നമുക്കിതിൽ കഴുകണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് സോപ്പ് യൂസ് ചെയ്യുമ്പോൾ ചിലർക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ അലോവേരയുടെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ 2-3-4-5 തവണ കഴുകിയാലും യാതൊരു പ്രശ്നവുമില്ല ഈ അലോവേരയുടെ പൾപ്പ് കേട്ടോ. ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല രീതിയിൽ തന്നെ ഇത് ജ്യൂസാക്കി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ കുറച്ചാണ്, ഒരു 3 പീസ് അലോവേരയുടെ വലിയ തണ്ടാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മെഷർ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ 1 kgയിലേക്ക് 50 ml വരെ നമുക്ക് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കറക്റ്റ് നമുക്ക് 50 ml ആണ് ഞാനിപ്പോൾ ഇവിടെ മെഷർ ചെയ്തെടുക്കുന്നത്. ഇതുപോലൊരു വെയിറ്റ് മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് 50 ml അളന്നെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ 50 ml കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ മെഷർ ചെയ്യണ ചെറിയ ഗ്ലാസിൻ്റെ ആ ഒരു ജാറ് വേണമെങ്കിലും ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ 50 ml എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സോപ്പ് ബേസ് ആണ് എടുക്കുന്നത്. സോപ്പ് ബേസ് നമ്മൾ 1 kg ആണ് കേട്ടോ. 1 kgയിലാണ് ഇന്ന് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബേസ് എടുക്കണം. അപ്പോൾ ബേസ് ഞാൻ പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഗ്ലിസറിൻ്റെ സോപ്പ് ബേസാണ് എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ ഫ്ലേറ്റ്സ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് പ്രീമിയം ക്വാളിറ്റി വന്നിട്ടുള്ള ബേസാണ്, SLS ഫ്രീ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബേസൊക്കെ മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസോ അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് അതുപോലെ ഷാമ്പൂവിൻ്റെ മെറ്റീരിയൽസ് ഫേസ് വാഷിൻ്റെ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ കൊടുക്കുന്നത് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കൊടുത്ത വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അതേ നമ്മുടെ ബേസൊക്കെ ഞാൻ കറക്റ്റ് മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. 1 kgയെക്കാട്ടും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സോപ്പ് ബേസ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ മെൽറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലത്തെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതേ നല്ല രീതിയിൽ തന്നെ സോപ്പ് ബേസ് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവേരയുടെ ജ്യൂസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഇങ്ങനെ പത പോലെ ഉണ്ട്, അത് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ സോപ്പിൻ്റെ മുകളിൽ നിറയെ പത വന്ന് നിൽക്കും. അതിപ്പോൾ ഒരു കസ്റ്റമറിന് കൊടുക്കുമ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം ഞാൻ ആ പത മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അലോവേരയുടെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. 50 ml ജ്യൂസ് ഞാൻ 1 kgയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ ഒരു 5 ml ആഡ് ചെയ്ത് കൊടുക്കുക. പ്രിസർവേറ്റീവ് ഒരു 5 ml ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വൈറ്റമിനിയുടെ ഒരു 6 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് അലോവേരയുടെ ഫ്രാഗ്രൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഷെൽഫ് ലൈഫ് കിട്ടില്ല. പിന്നെ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോപ്പിൽ ഫംഗസ് ഒക്കെ വരും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രിസർവേറ്റീവും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സോപ്പ് ബേസ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിറ്റുകളായിട്ട് അവൈലബിൾ ആണ്. 22 ടൈപ്പോളം സോപ്പ് മേക്കിംഗ് കിറ്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമ്മുടെ സോപ്പ് മോൾഡിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. സോപ്പ് ബേസ് 100 ഗ്രാമിൻ്റെ പിയേഴ്സ് മോൾഡാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ വരടിയത്താണ്. നിങ്ങൾക്ക് അവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ദേ ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ബബിൾസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ റബ്ബിങ് ആൽക്കഹോൾ സ്പ്രേ ചെയ്ത് കൊടുത്ത് മാറ്റിയിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും ദേ നമ്മുടെ സോപ്പൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഉറപ്പുമുണ്ട്. അതുപോലെ തന്നെ നല്ല പതയുള്ളതാണ് നമ്മുടെ സോപ്പ്. നമ്മുടെ സോപ്പ് ബേസ് മേടിക്കുന്നവർക്കറിയാം നമ്മുടെ സോപ്പിൻ്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ട്. അപ്പോൾ ഇതേ കണ്ടില്ലേ നല്ല സൂപ്പറാണ് കേട്ടോ. നമ്മുടെ സോപ്പുകളെല്ലാം നല്ല ക്ലിയർ ആണ്. ഇതേ കണ്ടില്ലേ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ സോപ്പുകളെല്ലാം കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബേസ് നമ്മുടെ പ്രീമിയം ക്വാളിറ്റിയാണ്. ഈ സോപ്പ് ബേസിൽ നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്നവരാണ് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു സംരംഭമായിട്ട് വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് സോപ്പ് ക്ലീൻ ഫിലിം വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ക്ലീൻ ഫിലിമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്ലീൻ ഫിലിം വെച്ച് നമുക്ക് സോപ്പ് കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കവർ ചെയ്യണ ഫുള്ള് ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ പിന്നിലൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി നമ്മുടെ ചാനലിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കവർ ചെയ്യുന്ന വീഡിയോ കാണിക്കുമോ എന്നുള്ളത്. നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതേ നമ്മൾ ഇനി ലാബിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ലാബിൽ അലോവേറയുടെ തന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുത്ത് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ പണി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.